location. This is Black Canyon, Kainde Lake and the Lake Kolsai. First. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ഡേ 2 ഇൻ കസാഖിസ്ഥാൻ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ രാവിലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ആൾക്കാരുടെ കൂടെ എത്തി. രാവിലെ 5 മണിക്ക് നമ്മൾ മീറ്റിംഗ് പോയിൻ്റ് എത്തി നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മളിത് അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു പെട്രോൾ പമ്പിൽ നിങ്ങൾക്ക് വാഷ്റൂം, സ്നാക്സ്, ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ ഇവിടെ നിന്ന് എടുക്കാം. ഇനി നമ്മളൊരു 3 hours ഡ്രൈവാണ്. അത് കഴിഞ്ഞ് നമ്മൾ സൺറൈസിൻ്റെ സമയമാകുമ്പോഴാണ് നമ്മളിനി വണ്ടി സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ലൈക്ക് അറൗണ്ട് ഒരു 7-7:30 ആവും എന്ന് പറഞ്ഞു. നമ്മൾ 5-നാണ് കയറിയത്. അപ്പോൾ നമ്മൾ വേഗം ഒരു കോഫി, പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തെങ്കിലും സ്നാക്സൊക്കെ കയ്യിൽ വെക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ കുറച്ച് സ്നാക്സും ഉണ്ടായിരുന്നു. അപ്പോൾ കോഫിയൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം ബസ്സിൽ കയറാൻ നോക്കുക. നമ്മൾ രാവിലെ തന്നെ നല്ല അടിപൊളി സ്നോഫോളും നല്ല തണുപ്പുണ്ട്. സെയിം -20 തന്നെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ വേഗം ബസ്സിൽ കയറി. പിന്നെ നമ്മളൊരു ഉറങ്ങി എണിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായ ബ്ലാക്ക് കാനിയോൺ. അതായത് ഇന്നിപ്പോൾ അവർ പറഞ്ഞ പോലെ നമ്മൾ 3 ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. വൺ ഈസ് ബ്ലാക്ക് കാനിയൻ, കാൻഡി ലേക്ക് ആൻഡ് കോൾസൈ ലേക്ക്. രണ്ടെണ്ണം ലേക്കാണ്, ഫ്രോസൺ ലേക്കാണ്. ഇതൊരെണ്ണം ബ്ലാക്ക് കാനിയൻ. അപ്പോൾ ഇത് ആക്ച്വലി ഇങ്ങനെ കറുത്ത നല്ല അടിപൊളി മൗണ്ടെയ്ൻസാണ്. അതിൽ മൊത്തം ഇപ്പോൾ സ്നോ വന്ന് കിടക്കുകയാണ്. ആക്ച്വലി അവർ പറഞ്ഞു മറ്റേ സമ്മറിലാണ് അടിപൊളിയായിട്ട് കാണുക എന്നുള്ളത്. പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ രാവിലെ എണിച്ച് നോക്കിയപ്പോൾ ചുറ്റും നമ്മുടെ ഇങ്ങനെ വൈറ്റ്. നമ്മൾ ഇന്നലെ രാത്രിയാണ് കണ്ടത്. നമ്മൾ ആദ്യമായിട്ടാണ് കസാഖിസ്ഥാൻ വെളിച്ചത്ത് കാണുന്നത്. അപ്പോൾ അടിപൊളി രസമായിരുന്നു. ഫുള്ള് ഇങ്ങനെ വൈറ്റാണ്, എവിടെ നോക്കിയാലും വൈറ്റ്. അപ്പോൾ ഈ മൗണ്ടെയ്ൻസിൻ്റെ അവിടെ ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അവരിവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് അവിടെ നിന്നിട്ട് പിക്ചേഴ്സ് എടുക്കാം. ജസ്റ്റ് ഒരു 10 minutes ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ സ്ഥലത്തോട്ട് പോകണം. ദാറ്റ് ഈസ് നമ്മൾ ആദ്യം പോകുന്നത് കോൾസൈ ലേക്കാണ്. ബോത്ത് ലേക്സ് കാണാൻ ഒരേപോലെയാണ്, പക്ഷേ അത് കാണാനുള്ള ഭംഗി വേറെയാണ്. അപ്പോൾ അത് നമുക്ക് ട്രക്കിംഗ് ആണ്. അപ്പോൾ നമ്മളിതുവരെ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തൊക്കെ മഞ്ഞും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നത് തണുപ്പുണ്ടാവുമല്ലേ, കാരണം ബസ്സിൽ നല്ല കംഫർട്ടബിളായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് സഹിക്കാൻ പറ്റണില്ല. കാറ്റും തണുപ്പും നമ്മൾക്ക് ഇങ്ങനെ മരവിച്ച് പോയി. നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ, അതായത് അവയൊക്കെ മറ്റേ മുഖമൊക്കെ ഫുള്ള് കവർ ചെയ്ത്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഇതിൽ കാരണം ഞാൻ കുറച്ച് നേരം ഗ്ലൗസ് വരും, പിന്നെയും വേഗം ഇടും. അത്രയ്ക്കും തണുപ്പാണ്. നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് പറയില്ല എത്ര ഇതായാലും നമ്മുടെ ആ ശരിക്കും കണ്ട എഫക്റ്റീവ് അല്ലാന്ന്. പക്ഷെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഫുള്ളും ഇങ്ങനെ വൈറ്റ് കാണാൻ. പക്ഷേ നമ്മൾ ഈ തണുപ്പ് പിക്ചറിൽ കാണുന്ന ആ ഭംഗി തന്നെ ഉള്ളൂ. നമ്മളത് ഫീൽ ചെയ്യുമ്പോൾ അത്ര രസമില്ല. നമ്മൾ ഇനി അടുത്ത് കഴിഞ്ഞിട്ടുള്ള 2 ഇതും നമുക്ക് ട്രക്കിംഗ് ആണുള്ളത്. നമുക്ക് നടക്കണം. നമ്മളിങ്ങനെ പറയും നമ്മൾ എങ്ങനെ നടക്കും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ബട്ട് നമ്മളെങ്ങനെയോ സംഭവം വി മാനേജ്ഡ്. പക്ഷേ അത്രയ്ക്കും തണുപ്പായിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ ഡേ അങ്ങോട്ട് പോകുന്നതും മറ്റേ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഉദ്ദേശിച്ച് രാവിലെ അല്ലെങ്കിൽ 8 മണി ആ സമയത്തുള്ള ഒരു ഇത് നല്ല ഇതായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ നടന്നതായിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ നെക്സ്റ്റ് ഇവിടെ കുറച്ച് നേരം ഹോൾട്ട് ഉണ്ടായിരുന്നുള്ളൂ കാനിയണിൽ. മെയിൻലി അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാം. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ബ്ലാക്ക് റോക്സ് ആണ്, കറക്റ്റ് മൗണ്ടൻ അങ്ങനായിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ബസ് കയറി നമ്മൾ ഇനി പോകുന്നതാണ് ഫസ്റ്റ് ടൈമാണ് സ്നോ. കണ്ട പോലെയല്ല, നല്ല ബുദ്ധിമുട്ടാ. ബട്ട് നമ്മൾ ഇപ്പോൾ ശീലായി ഓക്കെ വരുന്നുണ്ട്. എന്ത് രസമാണ്. -20 degrees Celsius. നോക്ക്, ഇത് കാണിച്ചോ. തിളക്കട്ടെ. നമ്മൾ സെക്കൻഡ് സ്പോട്ടായി ഇപ്പോൾ ഈ പറയുന്ന ലേക്കിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ മെയിൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് പോകുന്നത് നമ്മൾ കറക്റ്റ് മറ്റേ ട്രക്ക് ചെയ്യണം മറ്റേ പോകുന്ന പോലെയാണ്. അപ്പോൾ അവർ മറ്റേ നമ്മളെ പിടിച്ചിട്ട് വേറെ ഒരു ബസ്സിലേക്ക് മാറ്റി. അതായത് ഇങ്ങനത്തെ ഇതിൽ പോകാനായിട്ട്. അവിടെ നിന്ന് ഫുള്ള് നമ്മുടെ റോഡിലൊക്കെ ഫുള്ള് സ്നോ ആണ്. മറ്റേതൊക്കെ നമ്മൾ വരുന്ന ഹൈവേ ആണ്, അവരെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മളൊക്കെ അങ്ങനെയൊന്നുമില്ല. ശരിക്കും പ്രോപ്പർലി അവർ മറ്റൊരു ബസ്സിലും ഒരു ജീപ്പ് ടൈപ്പിലേക്ക് ഒരു പണ്ടത്തെ ബസ്സിലാണ് നമ്മൾ ഇതിൽ കയറ്റിയിരുത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് പോകുന്ന വഴിക്ക് നമുക്ക് കാറ്റടിച്ചിട്ട് നമുക്ക് പറ്റണമല്ല. സോ ഞാനൊക്കെ മുഖമൊക്കെ ഫുള്ള് കവർ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ആൻഡ് ലേക്കിൻ്റെ വ്യൂ അടിപൊളി ഒരു വ്യൂ ആണ്. നല്ലൊരു ഭംഗിയുള്ള ഫുള്ള് നമ്മളൊരു വൈകിട്ടൊരു ഫെയറി ലാൻഡിൽ എത്തിയ പോലെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫുള്ള് ചുറ്റും വൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നിലേക്ക് നമുക്ക് ഈ ബസ് കഴിഞ്ഞിട്ട് ഇവരൊരു സ്പോട്ടിലെത്തിക്കും. ആ സ്പോട്ടിൽ നിന്ന് നമ്മൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് ഹോഴ്സ് റൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ നടന്നു പോവാം.
അപ്പോൾ നമ്മൾ വിചാരിച്ചു നടന്നു പോകാമെന്നുള്ളത്. കുറച്ച് ഇതേ ഉള്ളൂ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവരും പറഞ്ഞു ബെറ്റർ ടു ലൈക്ക് ഒരു വാക്കായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ആ തണുപ്പത്ത് അറിയുന്നുണ്ടായിരുന്നില്ല ലൈക്ക് നമ്മൾ തന്നെ വേർക്കുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ വേർക്കുന്നുണ്ടായിരുന്നു. നല്ല ട്രക്കിംഗ് ആയിരുന്നു അത്. പക്ഷെ അടിപൊളിയായിരുന്നു. നമ്മൾ നന്നായി നമ്മൾ വിചാരിച്ചു ഹോഴ്സ് എടുക്കാനും നന്നായി നല്ല രസമുണ്ടായിരുന്നു നടക്കാനൊക്കെ ആയിട്ട്. ഫുള്ള് നമ്മുടെ മറ്റേ ഫ്രോസൺ ലേക്ക്, അതിൻ്റെ വെള്ളം അങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അവിടുന്ന് ആ യാത്രയൊക്കെ ചെയ്ത് വന്നിട്ട് നമ്മളിപ്പോൾ എത്തുന്നത് ഒരു ലേക്കിൻ്റെ സ്പോട്ടിലോട്ടാണ്. അത് സമ്മറിലൊക്കെ നല്ല അടിപൊളി രസമുള്ളതാണ്. ഇപ്പോൾ ഇത് ഫുൾ ഫ്രോസൺ ലേക്കാണ്. കുഞ്ഞു ആ ഫെയ്യെന്നൊക്കെ സ്നോ ഫോൾ ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് തന്നെ സ്നോ ഫോൾ ചെയ്യാൻ തുടങ്ങി. അവൻ്റെ കണ്ണിനുള്ളിൽ പോയി. ഇറ്റ്സ് ആക്ച്വലി ഗുഡ് എക്സ്പീരിയൻസ് റൈറ്റ്. നമ്മളിനി സ്നോ ഉള്ള സ്ഥലത്തേക്ക് ഉണ്ടടാ. യെസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലേക്ക്, ക്യാൻഡി ലേക്ക്. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ലേക്കിലേക്ക് പോകണം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾക്ക് അവർ ഒരു ബ്രേക്ക് ടൈം വന്നു, അതായത് ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ തിരിച്ചിപ്പോൾ നടന്ന് നമ്മുടെ ആദ്യത്തെ സ്പോട്ടിലെത്തി. നമ്മൾ അവിടുന്ന് പിന്നെ ആ ബസ് കയറി. പിന്നെ നമ്മുടെ മെയിൻ ബസ്സുള്ള സ്ഥലത്താണ്. അവിടെ തന്നെ ഒരു കുഞ്ഞു ഷോപ്പുണ്ട്, ഒറ്റ ഷോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ഈ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഒരു ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല. നമ്മുടെ സ്നാക്സ് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. നമുക്ക് പിന്നുള്ളതാണ് ഹോഴ്സ് റൈഡ്. നമുക്ക് ഇതും വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അവിടെ ഇഷ്ടം പോലെ ഹോഴ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് സെപ്പറേറ്റ് റേറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വെച്ച് ട്രക്കിംഗ് ആയിരുന്നു ഓപ്ഷൻ ബെറ്റർ എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോകും. അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾക്കിപ്പോൾ ഇവിടെ എത്തിയ സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2:30 ആയി. ഐ തിങ്ക് ആ സമയത്തായി നമ്മൾ എത്തിയപ്പോഴേക്കും. നല്ല അടിപൊളി, നമുക്ക് വെളിച്ചൊക്കെ ആയി ഫുള്ളും. അപ്പോൾ സ്നോഫോൾ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലേക്ക്, ദാറ്റ് ഈസ് കോൾസായി ലേക്ക്. ഇവിടുത്തെ വ്യൂ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടി പൈൻ ട്രീസ് കുറച്ചുകൂടി കൂടുതലാണ്. അതിൻ്റെ നടുക്കാണ് ലേക്ക് പോകുന്നുണ്ടായിരുന്നത്. മറ്റേതൊരു റൗണ്ട് ഷേപ്പിലാണെങ്കിൽ ഇതിങ്ങനെ ഒരു ഫുള്ളൊരു നാരോ രീതിയിൽ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇത് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു. മേ ബി അവിടെ എത്തിയപ്പോൾ നമ്മൾക്ക് വെളിച്ചം കുറവായിട്ടുണ്ടാകും. ഇവിടെ നല്ലൊരു ആക്ച്വലി സണ്ണൊക്കെ കറക്റ്റ് എനിക്ക് തോന്നുന്നു ഉച്ച നേരം ആയതുകൊണ്ടായിരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. കോൾസായി ലേക്ക് അല്ലേ? ഇതാണ് കോൾസായി ലേക്ക്. ഇപ്പോൾ ഇവിടെ ഒരു -10 ആ റേഞ്ചാണ്. രാവിലെ നല്ല തണുപ്പായിരുന്നു, ഒരു -20 ആ ഒരു റേഞ്ചിലായിരുന്നു. ഇപ്പോൾ ഇവിടെ സമയം 1:30 ആണ്. അപ്പോൾ അത് കാരണം ഒരു -10 ഒക്കെയാണ്. എന്നാലും നമ്മൾ ഇത്ര തണുപ്പ് ആഗ്രഹിച്ചിട്ടല്ല വന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ ഇപ്പോൾ മാനേജ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. മാനേജ് ചെയ്ത ആളുകൾ മാനേജബിൾ. നല്ല രസമുണ്ട് എന്തായാലും. അപ്പോൾ ലൈഫിൽ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും. അപ്പോൾ അതെ. അപ്പോൾ നമ്മൾ ലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ട ലേക്ക് രണ്ടും ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെയാണ്, ഫ്രോസൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആകെ മറ്റേന്ന് വെച്ചാൽ സമ്മറിൽ അതിൻ്റെ പിക്ചർ കാണാനായിരുന്നു രസം. മറ്റേ നല്ല ഒരു അങ്ങനത്തെ ഒരു ബ്ലൂവിൽ ഉള്ള വെള്ളമായിരുന്നു. ഇപ്പോൾ ഫ്രോസൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ സമ്മറിൽ വരുമ്പോൾ ആ വെള്ളത്തിൽ പ്ലസ് ആ ഒരു എന്തായിരുന്നു പൈൻ ട്രീസും കൂടി വരുമ്പോഴുള്ള ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ 1 ഇന്ന്. കാരണം നമ്മൾ രാവിലെ 5 മണിക്ക് നിങ്ങൾ കണ്ട പോലെ നമ്മൾ എണീച്ച് എല്ലാം ഇതായി. അപ്പോൾ ഒന്ന് ഭയങ്കര ടയർഡാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ തിരിച്ചിപ്പോൾ ഒരു 250 ആണ് ആളെല്ലാവരോടും പറഞ്ഞിരിക്കണേ. ഒരു മിനിറ്റ് കിതയ്ക്കണ എന്താ വെച്ചാൽ താഴേക്ക് ഒരു ഇത് കണ്ടില്ലേ,
ഇതിങ്ങനെ ലേക്ക് ഇനിയും താഴോട്ടാണ്. അപ്പോൾ അതുവരെ ഇറങ്ങാനുള്ള ശക്തി ഇല്ലാത്തതിനും ഞങ്ങൾ പകുതി വരെ പോയുള്ളൂ. ലേക്ക് എല്ലാ ലേക്കും ഒരേപോലെയാണല്ലോ. ആവശ്യത്തിന് പിക്ചേഴ്സും കണ്ടു. അപ്പോൾ പറഞ്ഞു വന്നത് ആ ചേട്ടന്മാർ നമ്മളെ അടുത്ത് പറഞ്ഞു 2:50 ആകുമ്പോഴേക്കും എല്ലാവരും തിരിച്ച് മീറ്റിംഗ് പോയിന്റിലേക്ക് എത്തണം. ഒരു മിനിറ്റ്, തിരിച്ചെല്ലാവരും മീറ്റിംഗ് പോയിന്റിലേക്ക് എത്തണം. എന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് ബാക്ക് ടു അൽമാട്ടി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡേ 1. അപ്പോൾ നാളെ നമ്മൾ പിന്നെ ഇനി നമ്മൾ ടൂർ ഗൈഡൊന്നുമില്ല, ഇനി നമ്മളായിട്ട് തന്നെയാണ്. അതായത് നമ്മളൊന്നില്ലെങ്കിൽ ഷിംലക്ക് അല്ലെങ്കിൽ സിറ്റി ടൂർ, അത് നമ്മൾ നമ്മുടെ നാളത്തെ ഇതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യും. നമ്മളിതുവരെ പ്രോപ്പർ മോർണിംഗ് അങ്ങനെയൊന്നും കണ്ടില്ല, ഒക്കെ ബസ്സിലിരുന്നിട്ടാണ് കണ്ടത്. അപ്പോൾ നമുക്കത് ശരിക്കും നാളെ ഇരുന്ന് എങ്ങനെയാണെന്നൊക്കെ കാണണം അല്ലേ? ഈ ഒട്ടും പറ്റുന്നല്ലേ ഓണോ? ഒട്ടും പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല, മാനേജ്. അതെ, ഇത് നമ്മൾ ഇൻക്ലിനേഷനിൽ നടക്കണ സത്യം നല്ല കേട്ടാണ്. വിചാരിക്കുന്ന പോലെയല്ല, കയറ്റം കയറി വന്നപ്പോഴേക്കും നമ്മൾ ഭയങ്കര ടയേർഡായി. അപ്പോൾ എന്തായാലും പിന്നെ ബസ്സിൽ ബാക്കിയുള്ളവർ എത്തുന്നതിന് മുന്നേ കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പുള്ളിക്കാരിൽ നിന്ന് നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു കോഫിയൊക്കെ കുടിച്ച് പുള്ളിക്കാരിക്ക് കുറച്ച് ഇംഗ്ലീഷും പഠിപ്പിച്ചു കൊടുത്ത് പുള്ളിക്കാരി നമുക്ക് കുറച്ച് കസാക്കും പഠിപ്പിച്ചു തന്ന് നമ്മൾ അതിന് അടിപൊളി കോഫിയൊക്കെ കുടിച്ചു. തിരിച്ച് കയറാറാകുമ്പോഴേക്കും വീണ്ടും നല്ല അടിപൊളി കുറച്ചും കൂടി ഹെവി ആയിട്ട് സ്നോഫോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡേ അവസാനിപ്പിക്കുന്നത്. തിരിച്ച് പിന്നെ ഒരു ലോങ് ഡ്രൈവാണ് ആൻഡ് നമ്മൾ അടിപൊളിയായിട്ട് ടയേർഡായി. ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഡേ 2 ഇൻ അൽമാട്ടി. അപ്പോൾ ഇന്നലെ നമ്മൾ അങ്ങനത്തെ ടയറിങ് യാത്രയും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഫുള്ള് സിറ്റി ടൂറാണ്. ഇന്ന് നമ്മുടേതായ രീതിയിൽ പാക്കേജും നമ്മളായിട്ട് തന്നെയാണ് എല്ലാം നടത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു -12 ആ ഒരു ഇതിലാണുള്ളത്. ഇന്നലെ അത്രയും തണുപ്പ് കൊണ്ടായിരിക്കണം അല്ല അത് ഇന്നലെ അത്ര തണുപ്പ് കൊണ്ടതുകൊണ്ടാണോ അതോ ഇപ്പം ജസ്റ്റ് പുറത്തിറങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല, തണുപ്പ് അങ്ങനെ തോന്നി വരുന്നേ ഉള്ളൂ. ആൻഡ് ഇപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഔട്ട് സൈഡ്. നമ്മളിവിടെ നിൽക്കുന്നത് Airbnb-യിലാണ്. നമ്മളിപ്രാവശ്യം അങ്ങനെ ഹോട്ടൽ അങ്ങനത്തെ ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് Airbnb. അപ്പോൾ നമ്മളുടേതായിട്ട് എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു റാദർ നമ്മൾ അങ്ങോട്ട് പോണേക്കാൾ നല്ല നമുക്കൊരു Airbnb എക്സ്പീരിയൻസ് ചെയ്യാമെന്ന്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഗുഡ്, ചീപ്പറുമാണ്. അപ്പോൾ ഇതാണ്. പക്ഷേ ഇന്നൊരു നമ്മൾ ഫോക്കസ് നോക്കിയപ്പോൾ ഇന്നൊരു സണ്ണി ഡേ ആണ് കണ്ടത്. സൺ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഫസ്റ്റ് ഡേ. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മളിവിടെ ഫുള്ള് ചാറ്റിപ്പിറ്റിയാണ്. ചാറ്റിപ്പിറ്റിയോടൊക്കെ ചോദിച്ച് ഒരു ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കി നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾക്ക് ഇനി ക്യാബ് കയറി നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യണതൊക്കെ നമ്മുടെ അവിടുത്തെ ഊബർ പോലെ ഇവിടെ ഉള്ളതാണ് യാൻഡെക്സ്. അത് നല്ല ചീപ്പറാണ്, ഊബറിനേക്കാളും ചീപ്പറാണ്. അപ്പോൾ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ യാൻഡെക്സ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ വഴിയെ എല്ലാം അപ്ഡേറ്റ് ചെയ്യാം. ബൈ. നമ്മുടെ ചേട്ടൻ നമ്മളെ ഇറക്കി വിട്ടു ക്യാബിൽ. നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് കഫറ്റേരിയ. ഇതിൻ്റെ ഷോപ്പിൻ്റെ പേരും കഫറ്റേരിയ എന്നാണ്. ബട്ട് ഇത് ലൈക്ക് നമ്മളൊരു ക്രിസ്മസ്, ഇപ്പോഴും ഇവിടെ ക്രിസ്മസ് തീമല്ലേ അല്ലേ? അതെ അതെ. അപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു പാർക്കുണ്ടെങ്കിൽ നമുക്ക് പോവാം. വിശക്കുന്നു, പോവാ. എന്താണ് എനിക്ക് തോന്നണ, എനിക്ക് അപ്പത്തോട്ട് ഓക്കെയാണ്. സീ നൈസ്.
നിർത്തട്ടെ. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു സ്പോട്ടെത്തി. ഇതൊരു കത്തീഡ്രലാണ്. കത്തീഡ്രൽ പറഞ്ഞ ചർച്ചിനെയാണ് ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ചർച്ചാണ്. ഇത് ഫുള്ള് വുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കണം. ഐ തിങ്ക് ഇപ്പോൾ സൗണ്ടൊക്കെ കേൾക്കണ്ടേ, ഇപ്പോൾ എന്തോ ഒരു സംഭവം നടക്കണം നമുക്കറിയില്ല, പൊള്ളിച്ചാൽ. ബട്ട് ഇവിടെ ഇപ്പോൾ വെയിലും നല്ല രസമുണ്ട് ഫുള്ള് കാണാൻ. ചുറ്റും മഞ്ഞും. ചർച്ചിൻ്റെ അത് കൂടെ നടക്കാൻ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ ഫുള്ള് ബാക്കിൽ നിന്ന് ഇങ്ങനെ മറ്റേ മണിയൊക്കെ മുഴങ്ങിയിട്ട് നല്ലൊരു ഫുൾ പോസിറ്റീവ് എൻവയോൺമെൻ്റ് ആയിരുന്നു ചുറ്റും. അവിടെ എന്തോ മറ്റേ പ്രയർ ടൈം ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ തന്നെ ഇവിടെ അപ്പോൾ ഒരു 60+ ഉള്ള കൂടുതലും ലേഡീസാണ് ഉണ്ടായിരുന്നത്. അവർ മറ്റേ സ്കീയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ്. അതൊരു ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇവിടെ ഒരു കുറച്ചൊരു സ്ഥലത്ത് ഒരു സ്കീയിങ്ങിൻ്റെ സംതിങ് ഒരു ഉണ്ട്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് പോണതിന് മുന്നേ ട്രയലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അതൊരു ഭയങ്കര അടിപൊളിയായിരുന്നു. അതും എബോവ് 60+ ഉള്ളവരായിരുന്നു. എന്നാലും നമ്മൾ മെല്ലെ ചർച്ചിൻ്റെ ഉള്ളിൽ കയറി. പഴയൊരു ചർച്ചാണ്, 1907 എന്നൊക്കെ പറയുമ്പോൾ അത്രയും പഴയത്. ആൻഡ് ഇറ്റ്സ് മെയ്ഡ് വിത്ത് വുഡൻ, ഫുള്ള് മരമാണത്. അത് കാണുമ്പോൾ നമുക്ക് ഒട്ടും തോന്നില്ല അത് മരം എന്നുള്ളത്. കാരണം അത്രയും കാണുമ്പോൾ നമുക്കൊരു സാധാ ഒരു സ്റ്റീൽ വർക്ക് ചെയ്ത പോലെ ഉണ്ട്. പക്ഷേ അത് ഫുള്ള് വുഡനിൽ ചെയ്ത് വെച്ചിരിക്കണമെന്ന് എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു കാണാനൊക്കെ ആയിട്ട്. ആർക്കിടെക്ചർ രീതിയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം കുറേ പേര് അവിടെ പ്രാർത്ഥിക്കാനായിട്ടാണ് വരുന്നത്. ഒത്തിരി പേരുണ്ടായിരുന്നു പള്ളിയുടെ അകത്ത്. പിന്നെ അതേപോലെ കുറച്ചപ്പുറത്ത് തന്നെ മാറിയിട്ട് അവിടെ നിന്ന് ഒരു ഹോളി വാട്ടർ പോലെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കറക്റ്റ് ഒരു, പക്ഷേ അത് ഒരാളും അങ്ങനെ ഡിസ്റ്റർബ് ഒന്നും ചില പ്രയർ കാണാൻ വരുന്നവർ ജസ്റ്റ് കണ്ടിട്ട് പോകുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു തൊട്ടപ്പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല അടിപൊളിയൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മാർക്കറ്റ് ഗ്രീൻ ബസാറിലോട്ട്. അപ്പോൾ അവിടേക്ക് പിന്നെ നമ്മൾ അങ്ങനെ നടന്ന് ഒക്കെ പിന്നെ അടുത്തുള്ള ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ മെല്ലെ കാറ്റൊക്കെ കൊണ്ടിട്ട് അങ്ങനെ നമ്മൾ ഗ്രീൻ ബസാറിലേക്ക് തന്നെ നടക്കാമെന്ന് വെച്ചു. അങ്ങനെ നടന്ന് അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഗ്രീൻ മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. നമുക്ക് ഓൾറെഡി മാപ്പിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്കൊരു നടത്താവുമല്ലോ വെച്ചിട്ട് അങ്ങനെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ വലുതായിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് നാളത്തെ ഷിംബുലാക്ക് കഴിഞ്ഞ് വന്നിട്ട് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഗ്രീൻ ബസാർ മാർക്കറ്റ് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ മാർക്കറ്റാണ്. എല്ലാം റേറ്റ് കുറഞ്ഞ അങ്ങനത്തെ ഒക്കെ കാണുന്ന രീതിയിൽ. അപ്പോൾ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നാളെ വന്ന് കാണാം. ഇന്ന് നമുക്ക് നാളെ ഷിംബുലാക്ക് പോണതിന് മുന്നേ ഒരു ഷൂ അടിപൊളിയായിട്ടുള്ളത് വാങ്ങണം. കാരണം ഇവിടത്തെക്കാളും തണുപ്പ് കൂടുതലായിരിക്കും അവിടെ. അപ്പോൾ അത് വാങ്ങണം. പിന്നെ നമുക്ക് വേറൊരു സ്പോട്ട് ഉണ്ട് കോക്ടോബെ പറഞ്ഞിട്ട്, അത് കാണാം. അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത്. സോ നമ്മൾ ഗ്രീൻ ബസാർ പ്ലാൻ ഫ്ലോപ്പായി. ബിക്കോസ് അത് ഇന്ന് മൺഡേ ആയത് കാരണം ബസാർ അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് അറിയണ്ടായിരുന്നില്ല. മാപ്പിൽ പറഞ്ഞു, പക്ഷെ നമ്മൾ വിശ്വസിച്ചില്ല. നമ്മളപ്പോൾ പോയി. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഇവിടുത്തെ ഒരു മോളാണ്, ഫോറം മോള്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ നോക്കാം. പിന്നെ നാളെയാണ് നമ്മൾ ഷിംബുലാക്ക് പോകണം. അപ്പോൾ ഷിംബുലാക്ക് പോകാനുള്ള അത്ര പ്രൊട്ടക്ഷൻ നമ്മളിലില്ല. എല്ലാം ബാക്കി ഓക്കെയാണ്. പക്ഷേ കാലിന് നമുക്കിപ്പോഴും തണുപ്പുണ്ട്. അപ്പോൾ കാലിനുള്ള ബൂട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് മേടിക്കണം. പിന്നെ ഫുഡ് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്യണം. ഇവിടുത്തെ കസാക്ക് ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം. അതാണ് ഇപ്പോൾ എടുത്ത പ്ലാന്. എന്നിട്ട് വൈകുന്നേരം ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മളിനി നേരെ പോണത് എവിടെയെന്ന് പോകുന്ന കോപ്ടോബെ അവിടെയാണ് പോണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നല്ല വിശന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡാണ് ഇന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചാറ്റ്ജിപിടിയോടൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ട്രഡീഷണൽ ഫുഡ് വരുന്നത് ഇവിടുത്തെ ഹോഴ്സ് മീറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ നവാത്ത് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നു കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള ഇങ്ങനത്തെ ട്രഡീഷണൽ ഒത്തൻറ്റിക് ഫുഡ് കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈവറും പറഞ്ഞു ഇത് കുറച്ച് നല്ല റെസ്റ്റോറൻ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഹോഴ്സ് മീറ്റ് ഇവിടെ സൂപ്പറാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ട്രൈ ചെയ്യാനാണ് ഇവിടെ വന്നത്. കൊള്ളാം സംഭാരം. നീ കുടിച്ചോക്ക്. റൈറ്റ്. അവിടെ ആക്ച്വലി നമ്മൾക്കൊരു അവരുടെ ട്രഡീഷണൽ ഫുഡിൻ്റെ ഒരു സ്റ്റാർട്ടർ തന്നു. നമ്മുടെ ലുക്കാമ പോലത്തെ ഒരു സംഭവമാണ്. അതാണ് നമ്മുടെ ലുക്മാൻ മധുരം ഉണ്ടാവും. എൻ്റെ മധുരമില്ലാത്ത ലുക്മ കൊള്ളാം.
ഇതാണ് നമ്മുടെ ഹോഴ്സ് മീറ്റ്. എന്തോ ഇതിൻ്റെ പേര് പറഞ്ഞു, കുതിരയിറച്ചി. അങ്ങനെയല്ല, അതിനെന്തോ ഡിഷിനെന്തോ പേരുണ്ടെന്ന്. ശരിക്കും പറഞ്ഞു ആണോ? ഇവരുടെ ട്രഡീഷണൽ മറ്റേ ഫുഡ് ചോദിച്ചപ്പോൾ ഇതാ പറഞ്ഞു തന്നത് നമുക്ക്. കുതിരയിറച്ചിയാന്ന് പറഞ്ഞ് കഴിക്കേണ്ട. അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുള്ളൂ, പക്ഷെ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. നമ്മള് ഭക്ഷണം കഴിച്ചു. എന്നുണ്ടായിരുന്നു ഫുഡ്? കുഴപ്പമില്ല, നൈസായിരുന്നു. ഫുഡ് ഞാൻ അത്ര ചൂസ് ചെയ്യല്ല, പക്ഷേ ചിലതിലൊക്കെ ഞാൻ ചൂസ് ചെയ്യണം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു, മോശമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഈ വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്യണവർക്ക് അത് ഇഷ്ടപ്പെടും. ഹോഴ്സ് മീറ്റ് എങ്ങനെയുണ്ട് ശരിക്കും? ഒരു വെറൈറ്റി മീറ്റാണ്, ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ടേസ്റ്റാണ്. ഇത്തിരി സോൾട്ടി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മീറ്റാണ്, പക്ഷേ കുഴപ്പമില്ലാത്ത മീറ്റ്, കഴിക്കാൻ പറ്റും. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ നടന്നു പോയതാണ് അടുത്ത നമ്മുടെ ലാസ്റ്റ് ഇന്നത്തെ സ്പോട്ടാണ് കോക്ടോ ബേ. അതൊരു ഹിൽ പോയിൻ്റ് ആയിരുന്നു. നമുക്ക് അവിടേക്ക് നമ്മൾ പോകാനുള്ള ആകെ ഒരു ഓപ്ഷൻ ആയിരുന്നത് കേബിൾ കാറാണ്. അപ്പോൾ അത് ആരും അവിടെ നോക്കാനോ അങ്ങനെയൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ഡോർ തുറക്കുന്നു, നമ്മൾ കയറുന്നു, കുറച്ച് കഴിഞ്ഞാൽ ഡോർ അടയുന്നു. ആക്ച്വലി ഇതിന് വരേണ്ടത് ഒരു സൺസെറ്റ് സമയത്തായിരുന്നു വരേണ്ടായിരുന്നത്. ഇവിടെ സമയം ഒരു 5:30 ആയിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇവിടുത്തെ എല്ലാം സൺസെറ്റൊക്കെ വേഗം നേരത്തെ ചെയ്ത് കാരണം നമുക്ക് ഇരുട്ടായി പോയി അവിടെ എത്തിയപ്പോൾ. ഇനി ആരെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പോകണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടും. ഇത് എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു അറ്റ സ്ട്രെച്ചിൽ അങ്ങനെ ഒരു മൗണ്ടെയിൻ ഇങ്ങനെ കയറാണ്. നല്ല അടിപൊളിയാണ്. താഴെ റോഡ് പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഒരു സൺസെറ്റ് സമയത്താണ് ശരിക്കും ഇത് പോകണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഇതിൽ കയറി വന്നു. പക്ഷെ രാവിലെ വരെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ഇപ്പോൾ ഇവിടെ ആക്ച്വലി ഇപ്പോഴും ക്രിസ്മസ് തീമിലാണ്. നല്ല രസമുണ്ട്. കോക്ടോ ബേ പറഞ്ഞിട്ട് അവിടെയാണ് ആ സംഭവം ഉള്ളത്. അത് പക്ഷേ ലൈറ്റ് വന്നിട്ടില്ല. ആ ടവർ അതാണ് നമ്മൾ ഏൽക്കാണ് വരുന്നത്. ജസ്റ്റ് ഒരു ഹിൽ പോയിന്റ് പോലെ. നമ്മളിത് ആ കേബിൾ കാറിൽ കൂടെ വന്നു. ഇവിടെ നിന്ന് നമുക്ക് അൽമാട്ടി സിറ്റി ഫുള്ള് കാണാം. ഇതാ കാണുന്നതാണ് ഹോട്ടൽ കസാക്കിസ്ഥാൻ. അതാണ് ഹോട്ടൽ കസാക്കിസ്ഥാൻ. നമ്മൾ അവിടെ നിന്നാണ് നടന്ന് അവിടെ എത്തിയത്. അവിടുന്ന് പിന്നെ കേബിൾ കാറ്. നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ കോക്ടോ ബേൻ്റെ മുകളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ കുറേ നടക്കാനും കുറേ കാണാനുണ്ട്. ഇപ്പം നല്ല തണുപ്പ് കൂടി. ഐ തിങ്ക് വീണ്ടും -19 ഒക്കെ ആയി. ഫുള്ളൊരു വണ്ടർലാൻഡ് വരും. മൊത്തം മഞ്ഞും മരത്തിലും ഒക്കെയും ഫുള്ള് സ്നോ. നല്ല രസമുണ്ട്. നമുക്ക് തണുപ്പ് പറ്റുന്നില്ല, പക്ഷെ ആരും കണ്ട് നടക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഡേ 2 ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. ഇനി നാളെ രാവിലെ നമ്മൾക്ക് ഷിംലാക്ക് പോകണം. അപ്പോൾ നാളത്തെ വീഡിയോ കാണാം. ടാറ്റാ, ബൈ.